ഹായ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSCയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായ വർഷം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നമുക്ക് ഷോർട്ടായിട്ട് NHRC എന്ന് പറയാം അല്ലെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ചോദിച്ചാൽ എത്രയാണ്? 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ NHRC രൂപീകൃതമായിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ചോദിച്ചാൽ 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ നിയമം, ഏത് നിയമം വഴിയാണ് NHRC രൂപീകൃതമായത്? 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം മുഖേനയാണ് NHRC രൂപീകൃതമായിട്ടുള്ളത്. അപ്പൊ NHRC രൂപീകൃതമായത് 1993 ഒക്ടോബർ 12-നാണ്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം വഴിയാണ് NHRC രൂപീകൃതമായിട്ടുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം, NHRCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആസ്ഥാനം എവിടെയാണ്? മാനവ് അധികാർ ഭവൻ. മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹിയാണ്. മാനവ് അധികാർ ഭവൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് മാനവ് അധികാർ ഭവൻ. മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹിയാണ് NHRCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുദ്രാവാക്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുദ്രാവാക്യം ചോദിച്ചാൽ സർവേ ഭവന്തു സുഖിന. സർവേ ഭവന്തു സുഖിന എന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുദ്രാവാക്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമപരമായിട്ടുള്ള സ്ഥാപനമാണ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നും പറയാം. എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമപരമായിട്ടുള്ള സ്ഥാപനമാണ്. പാർലമെന്റിലെ ഒരു നിയമം വഴി നിലവിൽ വന്നിട്ടുള്ള സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പൊ PSCയിൽ ചോദിക്കാറുണ്ട്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ അതോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ എന്ന് PSCയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള സ്ഥാപനമാണ്. പാർലമെന്റിലെ ഒരു നിയമം വഴി നിലവിൽ വന്നിട്ടുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ, ഒരുപാട് തവണ PSCയിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ NHRCയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ആദ്യ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് NHRCയുടെ ആദ്യത്തെ അധ്യക്ഷൻ. ഇനി നിലവിലെ അധ്യക്ഷൻ ആരാണ്? നിലവിലെ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യൻ. നിലവിലെ അധ്യക്ഷൻ ചോദിച്ചാൽ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. നിലവിലെ അധ്യക്ഷൻ രാമസുബ്രഹ്മണ്യനാണ്. അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ എത്രാമത് അധ്യക്ഷനാണ് എന്നും ചോദിക്കാം. അപ്പൊ എത്രാമതാണ്? 9ാമതാണ്. 9th ചെയർപേഴ്സൺ ആണ് വി രാമസുബ്രഹ്മണ്യൻ. ഓർത്തിരിക്കുക, ആദ്യത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. നിലവിൽ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്, പ്രസിഡന്റ് ആണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഇനി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി, ചെയർമാന്റെയും അതുപോലെ അംഗങ്ങളുടെയും കാലാവധി ചോദിച്ചാൽ എത്രയാണ്? 3 വർഷം. 3 വർഷം അല്ലെങ്കിൽ ഓർ എന്താണ്? 70 വയസ്സ് അല്ലെ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് 2019 ഭേദഗതി
പ്രകാരം 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അപ്പൊ 2019 ഭേദഗതിക്ക് മുൻപ് എത്ര ആയിരുന്നു? 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു അല്ലെ. 2019 ഭേദഗതിക്ക് മുൻപ് 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു. നിലവിൽ എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. പഠിച്ചു വെക്കണം. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓർക്കുക, കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി ചോദിച്ചാൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ യോഗ്യത, ചെയർമാൻ ആവേണ്ട യോഗ്യത ചോദിച്ചാൽ എന്താണ്? NHRCയുടെ ചെയർമാൻ ആവാൻ വേണ്ട യോഗ്യത ചോദിച്ചാൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി മുൻ ജഡ്ജി. സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം, മുൻ ജഡ്ജിയോ ആയിരിക്കണം. അപ്പൊ 2019 ഭേദഗതി പ്രകാരമാണ് കേട്ടോ. 2019 ഭേദഗതി പ്രകാരം സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം, മുൻ ജഡ്ജിയോ ആയിരിക്കണം. 2019 ഭേദഗതിക്ക് മുൻപ് എങ്ങനെയായിരുന്നു? സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ചിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്ത്. അപ്പൊ 2019 ഭേദഗതിക്ക് ശേഷം എന്തായി? സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ജഡ്ജിയോ ആയിരിക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി. അപ്പോ ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിട്ടുള്ളത് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം KG ബാലകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിട്ടുള്ളത് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി കൂടിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഇനി നോക്കൂ, മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് എത്ര കാലയളവ് വരെയുള്ള കേസുകളാണ് പരിഗണിക്കാൻ ആകുന്നത്? മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് എത്ര കാലയളവ് വരെയുള്ള കേസുകളാണ് പരിഗണിക്കാൻ ആകുന്നത് എന്ന് ചോദിച്ചാൽ 1 വർഷത്തിനുള്ളിൽ നടന്ന സംഭവങ്ങളാണ്. അപ്പോ കാലയളവ് ചോദിച്ചാൽ 1 വർഷത്തിനുള്ളിൽ നടന്ന സംഭവങ്ങൾക്ക് മേലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കേസുകൾ എടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ശിക്ഷ വിധിക്കാൻ അധികാരമുണ്ടോ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ശിക്ഷ വിധിക്കാൻ അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ശിക്ഷ വിധിക്കാൻ അധികാരം ഇല്ല. പകരം എന്താണ്? ശുപാർശകൾ നൽകാൻ മാത്രമേ അധികാരമുള്ളൂ. NHRCക്ക് ശിക്ഷ വിധിക്കാൻ അധികാരമില്ല, പകരം എന്താണ്? ശുപാർശകൾ നൽകാൻ മാത്രമേ അധികാരമുള്ളൂ. അപ്പൊ കൂട്ടത്തിൽ പഠിച്ചു വെക്കണം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ മുഴുവൻ സമയ അംഗങ്ങൾ ചോദിച്ചാൽ എത്രയാണ്? മുഴുവൻ സമയ അംഗങ്ങൾ ചെയർപേഴ്സണെയും കൂട്ടിയിട്ട് 5 പേരാണ്. മുഴുവൻ സമയ അംഗങ്ങൾ ചോദിച്ചാല് ചെയർപേഴ്സണെയും കൂട്ടിയിട്ട് 5 പേരാണ്. ഇനി 2019 ഭേദഗതി പ്രകാരം നിലവിൽ എത്ര എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്? 7. നിലവിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 7 ആണ്. മുഴുവൻ സമയ അംഗങ്ങൾ ചോദിച്ചാൽ 5 ആണ്. അപ്പോ NHRCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSCയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് വഴി അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്